നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. ചൊവ്വ 2025 ഡിസംബർ 7-ാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 1201 മകരമാസം 1-ാം തീയതി വരെ, അതായത് 2026 ജനുവരി 15 വരെ ചൊവ്വ ധനുരാശിയിലാണ്. പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3 രാശികൾ വൃശ്ചികം, ധനു, മകരം, ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക. ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു. ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം. മേടം രാശിക്കാർക്കും, കർക്കിടകൻ രാശിക്കാർക്കും, തുലാൻ രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, ധനുരാശിക്കാർക്കും, കുംഭൻ രാശിക്കാർക്കും, മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. മറിച്ച് ഇടവൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, ചിങ്ങൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ മിശ്ര ഫലങ്ങളെയും പ്രദാനം ചെയ്യാം, അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഭ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി. ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ. സത്വം എന്നാൽ ഇളകാത്ത മനസ്ഥിതിയാണ്. സാഹസികത, ധൈര്യം, എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കൂറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത്. അത് ചൊവ്വയുടെ കൈമുതലാണ്. ക്ഷിതിരപി, ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വ ഭൂമികാരകനാണ്. അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമിയുടെ ലാഭം, ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ധനുരാശിയിൽ തൻ്റെ സുക്ഷേത്രത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു. അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയം ചിന്തിക്കാം, ചർച്ച ചെയ്യാം. ഇത് കുംഭൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് വളരെ ശക്തമായി 11-ാം ഭാവത്തിലാണ്. 2 ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ കുംഭൻ രാശിക്കാർക്ക്. ഒന്ന് അവരുടെ 3-ാം ഭാവാധിപനാണ്. എന്താണ് 3-ാം ഭാവം? ധൈര്യം, വീരഞ്ച, ദുർബുദ്ധി, സഹോദര പരാക്രമവും, ദക്ഷകർണ സഹായൗച ചിന്തനീയ സ്ത്രീയത. ധൈര്യം, വീര്യം, പരാക്രമം, അവരുടെ ദക്ഷകർണം, വലത്തെ ചെവി. സ്വതവേ കുംഭൻ രാശിക്കാർക്ക് പറഞ്ഞിട്ടുണ്ട് ബധിരഹ, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ 11-ൽ ചൊവ്വ കുംഭൻ രാശി വരുമ്പോൾ ഇയർ ബാലൻസിങ്, ഇയർ ഡയഫ്രമിനെ വളരെ ശ്രദ്ധിക്കണം. ഹൃദയത്തിൻ്റെ മിടിപ്പ് വളരെ കൂടുതലായിരിക്കും. അതിനാൽ ഹൃദയത്തെയും ചെവിയെയും ശ്രദ്ധിക്കണം. പക്ഷേ ഈ ചൊവ്വ 10-ാം ഭാവാധിപനാണ്, കർമാധിപനാണ്. ഒരു കർമ്മമേഖലയിൽ വലിയൊരവസരങ്ങൾ കുംഭൻ രാശിക്കാർക്ക് കിട്ടും. അവരുടെ പ്രതീക്ഷക്കൊത്ത് ഈ ചൊവ്വ വിൽ ഡു മിറക്കിൾസ് ടു ദം. അപ്രകാരം തന്നെ പഠിച്ച് മിടുക്കന്മാരാകും കുംഭൻ രാശി. ഈ സമയത്ത് എഴുത്തുകാർക്ക്, രചനാപരമായ സിദ്ധിയുള്ളവർക്കൊക്കെ വലിയ പേരും പ്രശസ്തിയും ഉണ്ടാകും. പലതും പറയാൻ മടിച്ചു നിൽക്കുന്നവർക്കൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഒരാവേശം വന്ന് സമൂഹത്തിൻ്റെ മുന്നണി പോരാളികളാകാൻ, സമാജത്തിലേക്ക് കടന്നു വരാൻ ഈ ചൊവ്വ വളരെയധികം സഹായിക്കും. വളരെ നല്ലൊരു സമയമാണ് ജനുവരി 15 വരെയുള്ള സമയം. കുംഭൻ രാശിക്കാർ സടകുടഞ്ഞ് എഴുന്നേൽക്കണം, എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങണം. ആരൊക്കെയാണ് കുംഭൻ രാശി? അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹക്കാർ ഒരു തരത്തിലുള്ള കോംപ്രമൈസും പാടില്ല. കാരണം അവർക്ക് ഏറ്റവും നല്ല സമയമാണ്. 5-ൽ വ്യാഴമുണ്ട്. സന്താന വിഷയത്തിലേക്ക് ലേശം അരിഷ്ടതകൾ വരും, ശ്രദ്ധിക്കണം. 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമവും 11 മുതൽ മുകളിലോട്ടുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യണം. ആ ചൊവ്വ സന്താന സ്ഥാനത്തേക്ക് നോക്കുക. സന്താനകാരകനായ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതും നല്ലതല്ല എന്ന് അറിയുക. മറ്റെല്ലാ വിഷയത്തിലേക്കും അങ്ങേയറ്റം മഹനീയമായ ഒരു പദവി കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. അത് പഠനത്തിലായാലും കർമ്മമേഖലയിലായാലും ജോലി സംബന്ധിച്ച എല്ലാ വിഷയത്തിലായാലും ഈ ചൊവ്വ തലയെടുപ്പോടെ കുംഭൻ രാശിക്കാരെ സഹായിക്കും, ഒരു സംശയവുമില്ല. ജനുവരി 15 വരെ ശ്രദ്ധിക്കുക, മകരം 1 വരെ. നന്നായി സുബ്രഹ്മണ്യനെ ഭജിക്കുക. നന്ദി, നമസ്തേ.